ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇനി വരാനായിട്ട് പോകുന്ന കുറച്ച് ക്രിപ്റ്റോ ട്രെൻഡുകളും അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന കുറച്ച് നല്ല പ്രൊജക്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ബിറ്റ്കോയിൻ്റെ കേസിൽ നിന്ന് തന്നെ തുടങ്ങാം. കറൻറ്റ്ലി ഏകദേശം ഒരു $65,000 അടുപ്പിച്ചാണ് ബിറ്റ്കോയിൻ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ നമുക്ക് വാറിൻ്റെയൊക്കെ കുറച്ച് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു നെഗറ്റീവ് ന്യൂസാണ് വന്നത് എങ്കിൽ കൂടിയും ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ അത് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. പ്രൈസ് താഴത്തേക്ക് പോകുന്നതിന് പകരം ഇപ്പം അത്യാവശ്യം ചെറുതായിട്ടാണെങ്കിലും മുകളിലേക്കാണ് പ്രൈസ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വീഡിയോൻ്റെ മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇനി വരാനായിട്ട് പോകുന്ന കുറച്ച് ക്രിപ്റ്റോ ട്രെൻഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ റൂൺസ് ഓൺ ബിറ്റ്കോയിൻ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ട്രെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു BRC20 ടോക്കൺസ്. സോ ഈ ഒരു BRC20 ടോക്കൺസിൻ്റെ ഫൗണ്ടർ തന്നെയാണ് ബിറ്റ്കോയിൻ റൂൺസും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ റൂൺസ് ആക്ടിവേറ്റ് ആവാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ഹാവിങ്ങിന് ശേഷമാണ്. ഒരുപാട് NFT മിൻറ്റിങ്ങുകളും അതുപോലെ തന്നെ ഒരുപാട് ടോക്കൺസും ബിറ്റ്കോയിൻ റൂൺസിൻ്റെ മേലെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതിനെക്കുറിച്ച് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിറ്റ്കോയിൻ ഹാവിങ്ങിന് ശേഷമായിരിക്കും ബിറ്റ്കോയിൻ റൂൺസിൽ ടോക്കൺസും അതുപോലെ തന്നെ NFTസും കാര്യങ്ങളൊക്കെ ഇനി വരാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ കുറച്ച് ടോക്കൺസ് ഇപ്പം ശ്രദ്ധ നേടുന്നുണ്ട്. അതിൽ ഉള്ളൊരു ടോക്കണാണ് പബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീം കോയിൻ. ഇവർ ഓൾറെഡി BRC20 പ്രോട്ടോക്കോളിലാണ് ഉള്ളത്. പക്ഷേ മീംസ് ഡെവലപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ടോക്കൺസും കാര്യങ്ങളൊക്കെ റൂൺസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ന്യൂസ് വന്നതിൽ പിന്നെ ഈ ഒരു പബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ അത്യാവശ്യം നല്ല രീതിയിൽ പമ്പായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടോക്കൺ ഒന്ന് കൺസിഡർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് നമ്മുടെ കോയിനെക്സ് എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന എല്ലാ പ്രൊജക്റ്റുകളും കോയിനെക്സ് എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ ഈ ഒരു ടോക്കൺ ഈ ഒരു റൂൺസിന് അനൗൺസ്മെൻറ്റ് വന്നതിൽ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ മൈഗ്രേഷൻ്റെ, അതായത് റൂൺസിലേക്കുള്ള മൈഗ്രേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ ട്വിറ്ററിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ട്വിറ്റർ പേജിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അതും കാണാനായിട്ട് പറ്റാവുന്നതാണ്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് AI ആണ്. നമുക്കറിയാം, കഴിഞ്ഞ ആ ഒരു ബിയർ മാർക്കറ്റിൽ തന്നെ നമ്മൾ പല AI കോയിൻസിൽ എൻട്രി എടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റിലാണ് ഇപ്പോഴും വന്ന് നിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു AI പ്രൊജക്റ്റാണ് RDAT എന്ന് പറയുന്നത്. റെഡിറ്റ് ഡാവോ എന്നാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേര്. RDAT ഡാവോ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് $0.175 ആണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പമ്പായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നിങ്ങൾക്ക് DCA ചെയ്ത് എൻട്രി എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണിത്. സോ ഈ ഒരു പ്രൊജക്റ്റും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്കറിയാം, ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളുടെ മേലേക്ക് ഇപ്പം വളരെ വലിയ രീതിയിലേക്കുള്ള റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ വിട്ടിട്ട് ആളുകളെല്ലാവരും ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിലേക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഡെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുടെ ആ ഒരു കോയിനുകളിലും നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളുടെ ടോക്കൺസ് ആണ്. അതിൽ ഞാനിവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GMX ആണ്. GMX കറൻറ്റ്ലി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം $29 അടുപ്പിച്ചാണ്. അത്യാവശ്യം പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ DCA ചെയ്ത് എൻട്രി എടുത്ത് വെക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഈ ഒരു കാറ്റഗറിയിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന മറ്റൊരു കോയിനാണ് GNS അഥവാ ഗെയിൻസ് നെറ്റ്വർക്ക് എന്നാണ് അതിൻ്റെ പേര്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. കറൻറ്റ്ലി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം $3.5 റേഞ്ചിലാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിലും വേണമെങ്കിൽ DCA ചെയ്ത് എൻട്രി എടുത്ത് വെക്കാനായിട്ട് പറ്റുന്നതാണ്. മാർക്കറ്റ് ക്യാപ്പൊക്കെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഏകദേശം ഒരു 107 മില്യൺ ആണ് ഇതിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളുടെ ടോക്കൺസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു പ്രൊജക്റ്റാണ് AVO എന്ന് പറയുന്ന പ്രൊജക്റ്റ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ടാവും. ഓൾറെഡി ഇതിൻ്റെ എയർ ഡ്രോപ്പിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടാവും. കറൻറ്റ്ലി അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ളൊരു ബൈയിങ് റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. ഏകദേശം ഒരു $1.56 ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് കാര്യങ്ങളൊക്കെ ഏകദേശം $172 മില്യൺ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിലും DCA ചെയ്ത് എൻട്രി എടുത്ത് വെക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമ്മുടെ ഫൈനൽ കാറ്റഗറി എന്ന് പറയുന്നത്
മീമാണ്. മീം കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് കരുതുന്ന ഒരു എമൗണ്ട് മാത്രമേ നിങ്ങൾ മീം കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന മീം കോയിൻ എന്ന് പറയുന്നത് മ്യൂ എന്ന് പറയുന്ന ഒരു മീം കോയിനാണ്. നമ്മുടെ സൊലാന എക്കോസിസ്റ്റത്തിൽ വരുന്ന ഒരു മീം പ്രൊജക്റ്റാണ് ഈ ഒരു മ്യൂ എന്ന് പറയുന്നത്. ഇപ്പം ചെറിയ രീതിയിൽ പമ്പിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 502 മില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള പ്രൊജക്റ്റാണ്. റീസെൻറ്റ് ഡേയ്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ പമ്പായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് കൺസിഡർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയ എല്ലാ പ്രൊജക്റ്റുകളും കോയിനെക്സ് എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോയിനെക്സ് എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പ്രൊജക്റ്റുകളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ലോങ് ടൈം വിഷനോട് കൂടി വാങ്ങിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടേതായ റിസർച്ചും കൂടെ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോളർ കോസ്റ്റ് ആവറേജ് ചെയ്ത് മാത്രം കോയിൻസ് വാങ്ങി അക്യുമുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കോയിനെക്സ് എക്സ്ചേഞ്ച് ഇപ്പോൾ ബിറ്റ് കോയിൻ ഹാവിങ്ങിനോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ബോണസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. മൊത്തം ഏകദേശം $20,000 വർത്തായിട്ടുള്ള പ്രൈസ് പൂളാണ് ഉള്ളത്. നിങ്ങൾ എത്രത്തോളം ട്രേഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ ഇത് എൻഡ് ആവാൻ ഇനി ഏകദേശം 8 ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഫ്യൂച്ചേഴ്സ് ട്രേഡൊക്കെ ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കൂടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.